ഇപ്പം നമ്മൾ സ്കാനിങ്ങുകളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എക്സ്റേ അല്ലാതെ MRI സ്കാൻ എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തിനാ എത്രയും പെട്ടെന്ന് MRI എടുക്കേണ്ട ആവശ്യം? സോ എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത? അതെന്താ ആവശ്യകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കറിയാലോ, ഇപ്പോൾ നമുക്കൊരു ചെറിയ തലവേദന വന്നാൽ അതൊരു കാഷ്വാലിറ്റി ഡോക്ടറെ പോയി കാണുമ്പോൾ അവരൊരു മരുന്ന് എഴുതി വിടും. പക്ഷെ ഒരു ന്യൂറോ മെഡിസിൻ ഡോക്ടറെ പോയി കണ്ട മരുന്ന് എഴുതി വിടാൻ പറ്റില്ല. കാരണം ന്യൂറോ മെഡിസിൻ ഡോക്ടർ ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ MRI പറയും. അതേപോലെ സിമിലർ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സ്റേയിൽ എല്ലാ കാര്യങ്ങളും കാണണമെന്നില്ല. ഇപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു യങ് മെയിൽ ഒരു മുട്ടുവേദനയായിട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എക്സ്റേയിലൊന്നും കണ്ടില്ല. നമ്മൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷനൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് മരുന്നും എക്സസൈസൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് ആള് ഒന്നും കൂടെ റിവ്യൂവിന് വന്നപ്പോൾ നമ്മൾ MRI അഡ്വൈസ് ചെയ്തു. ആൾ MRI എടുത്തു. അപ്പോൾ ആൾക്ക് ഡിസ്റ്റൽ ഫീമർ, അതായത് ഈ തൊടയുടെ എല്ലിന്റെ അറ്റത്ത് ഒരു ജെയിൻ സെൽ ട്യൂമർ എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഉണ്ടായത്. അത് MRIയിലാണ് ആദ്യം കണ്ടുള്ളൂ. എക്സ്റേയിൽ അതിന്റെ യാതൊരു ലക്ഷണങ്ങളും കണ്ടില്ല. അപ്പോൾ ഈ ജെയിൻ സെൽ ട്യൂമർ വന്ന ഒരു കേസ് അതിന്റെ പ്രോപ്പർ ചികിത്സ കൊടുക്കാൻ പറ്റിയതുകൊണ്ട് ആളിപ്പോൾ ബാക്ക് ടു വർക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അവിടെ തന്നെ ലോക്കലി അഗ്രസീവായിട്ട് എല്ലിനെ മാത്രമല്ല മൊത്തത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ആളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചാണ്. അപ്പോൾ MRI എടുത്താൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, കുഴപ്പമൊന്നുമില്ല. കാരണം MRIയുടെ മുകളിൽ വെട്ടിപ്പൊളിച്ച് നോക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ.